മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച തൃശൂർ ജില്ലയിൽ പീച്ചി ഡാം സ്വദേശി പാസ്റ്റർ ജോൺ തോമസ് തൃശൂരിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. സഞ്ചാര സുവിശേഷകൻ, ക്രൈസ്തവ ഗ്രന്ഥകാരൻ തുടങ്ങി നിരവധി മേഖലകളിൽ ക്രിസ്തുവിനു വേണ്ടി പ്രയത്നിക്കുകയാണ് പാസ്റ്റർ ജോൺ തോമസ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോൺ തോമസ് തൃശൂർ. ഞാൻ ജനിച്ചത് തൃശൂർ ജില്ലയിൽ പീച്ചി ഡാമിനടുത്തുള്ള വെലങ്ങന്നൂർ എന്ന സ്ഥലത്താണ്. പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ മർത്തോമ സമുദായത്തിൽ ഉള്ളവരായിരുന്നു. കർത്താവിൻ്റെ രക്ഷിതാവായി അവർ സ്വീകരിച്ചു. അതിനുശേഷമാണ് എൻ്റെ ജനനം ഉണ്ടായത്. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തെ സേവിപ്പാൻ ദൈവം അവസരമൊരുക്കി. എൻ്റെ 2ാമത്തെ വയസ്സിൽ ഒരു പ്രത്യേകമായ രോഗം എന്നെ ബാധിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ സഭയുടെ കർത്തൃദാസൻ്റെ മടിയിൽ കിടന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് വേർപെട്ടു പോകാനിടയായി. എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷമാണ് എനിക്ക് പ്രത്യേക രോഗമുണ്ടായത്. എന്നാൽ എൻ്റെ മാതാവിനോട് എൻ്റെ കർത്തൃദാസൻ, അഥവാ ഞങ്ങളുടെ സഭയിലെ ദൈവദാസൻ പറയുണ്ടായി, മരിച്ച് 4 നാളായി നാറ്റം വെച്ച് കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്ന ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചെങ്കിൽ ഈ പൈതലിനെയും ദൈവം ഉയർപ്പിക്കും എന്ന് പറയുകയുണ്ടായി. എന്നാൽ എൻ്റെ മാതാവ് ആ സമയത്ത് ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയുണ്ടായി. എൻ്റെ പൈതലിനെ ദൈവം ജീവനോട് തരികയാണെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുകൊള്ളാമെന്നൊരു തീരുമാനമുണ്ടായി. ആ തീരുമാനം എടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയും എനിക്ക് എൻ്റെ ജീവൻ ദൈവം മടക്കി തരികയും ചെയ്യുകയുണ്ടായി. എന്നാൽ എൻ്റെ പഠനത്തിന് ശേഷം പ്രത്യേക നിയോഗപ്രകാരം കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ച് വേർതിരിപ്പനിടയായി. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെടുന്നതിന് മുമ്പ് 6 വർഷങ്ങൾ ഞാനും ദൈവമായി ഒരു മത്സരത്തിലായിരുന്നു. കർത്താവിനെ നിരന്തരം കർത്താവിന് വേലയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ അതിന് വിധേയപ്പെടുവാൻ ഒരിക്കലും മനസ്സ് കാണിച്ചിരുന്നില്ല. ദീർഘമായ 6 വർഷങ്ങൾ ഞാനും ദൈവവുമായി സമ്പാദിച്ചുകൊണ്ടിരുന്നു. അവസാനം 1990 ഞാൻ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടാനിടയായി. അതിനു മുമ്പ് എൻ്റെ 13ാമത്തെ വയസ്സിൽ രക്ഷയിലേക്ക് വരുവാൻ ദൈവം ഒരു കാരണമൊരുക്കി. തൃശ്ശൂർ പട്ടണത്തിനടുത്തുള്ള നെല്ലിക്കുന്ന് IPC സഭയിൽ വെച്ച് 100ഓളം വരുന്ന സൺഡേ സ്കൂൾ കുട്ടികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞാനും എൻ്റെ കൂട്ടുകാരുമൊക്കെ പങ്കെടുക്കാനിടയായി. അന്നത്തെ യോഗത്തിൽ മദ്രാസിൽ നിന്നുള്ള സൈലസ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസനാണ് ദൈവവചനം ശുശ്രൂഷിച്ചത്. ആ ചെറിയ പ്രായത്തിൽ ദൈവവചനം കേട്ടപ്പോൾ വളരെയധികം ആകർഷിക്കപ്പെടുവാനിടയായി. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം ആസ്പദീകരിച്ചുകൊണ്ടാണ് അന്ന് കർത്തൃദാസൻ ദൈവത്തിൻ്റെ വചനം അറിയിപ്പാനിടയായത്. ആ വാക്യം ഇങ്ങനെയാണ്: കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച്, പാപജീവിതത്തെക്കുറിച്ച്, പാപത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച്, നിത്യ നരകത്തെക്കുറിച്ചുള്ള, അപ്പോൾ തന്നെ ആ കർത്താവ് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചാലുള്ള നിത്യസമാധാനം, സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ എന്നീ കാര്യങ്ങളെ വളരെ വിസ്തരിച്ച് പറയുകയുണ്ടായി. യോഗത്തിൻ്റെ അവസാനം ഓട്ടർ കോളിങ്ങിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ വാക്യം എൻ്റെ ഉള്ളിൽ വളരെയധികം പ്രവർത്തിക്കാനിടയായി. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടാനിടയായി തീർന്നു. അങ്ങനെ ആ രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാനാണ് ആദ്യം എഴുന്നേറ്റ് നിന്ന്, എന്നോടുകൂടെ വേറെ 11 പേരും കൂടെ എഴുന്നേറ്റ് നിന്ന് ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. അതിന് പിറ്റേ വർഷം ഞാൻ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിപ്പാനിടയായി. 1990 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അതോടുകൂടെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായി, ദൈവനോട് സംസാരിക്കുകയുണ്ടായി. ഒരു ക്ലാസ് മുറിക്കകത്തിരുന്നു കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം ഞാൻ വേഗത്തിൽ മറിച്ച് വായിച്ചു പഠിക്കുന്ന ഒരു ദർശനം കർത്താവ് എനിക്ക് നൽകാനിടയായി. അങ്ങനെ ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പെനിയേൽ ബൈബിൾ സെമിനാരി കീഴിലത്ത് ദൈവത്തിൻ്റെ വചനം പഠിച്ചു. തുടർന്ന് 1994 കർത്താവിന് വേല നിമിത്തം ഞാൻ പാലക്കാട് ജില്ലയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കടന്നു പോകുവാനിടയായി തീർന്നു. ദൈവത്തിന് പ്രത്യേക നിയോഗങ്ങൾ ഉള്ളതുകൊണ്ടും സ്നാനം സത്യമാണ് എന്നുള്ള
വിഷയം മനസ്സിലാക്കിയതുകൊണ്ടും ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം, ജലസ്നാനം സ്വീകരിക്കാനിടയായി. പിന്നീട് കർത്താവിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം കർത്തൃവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ഇടയായി തീർന്നു. എൻ്റെ 2ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് ഞാൻ വേർപെട്ടു പോയ ഒരാളാണ്. എൻ്റെ മാതാവ് അന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ഈ മകനെ ജീവനോടെ തരികയാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. എൻ്റെ മാതാവിൻ്റെ ആ തീരുമാനം ദൈവം അംഗീകരിക്കുകയും മരിച്ചു കിടന്ന വെള്ളത്തുണി മൂടിയ എൻ്റെ ശരീരത്തിൽ ദൈവദാസന്മാരുടെ ദൈവജനത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന മുഖാന്തരം കർത്താവിലേക്ക് ജീവൻ മടക്കി തരികയും എൻ്റെ പഠനത്തിന് ശേഷം പ്രത്യേക ദൈവവിളി അനുസരിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി 1990 ഡിസംബർ മാസം വേർതിരിക്കപ്പെടുവാൻ ഇടയായി. 1991 എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂര് കീഴിലം പിനിയൽ ബൈബിൾ സെമിനാരിയിൽ ദൈവത്തിൻ്റെ വചനം 3 വർഷം അഭ്യസിക്കുകയുണ്ടായി. തുടർന്ന് ആ പഠനത്തിന് ശേഷം പാലക്കാട് ജില്ലയിൽ തേനെടുക്ക്, കൊല്ലങ്കോട്, വീഴിലി തുടങ്ങിയ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല 8 വർഷത്തോളം ചെയ്യുകയുണ്ടായി. പ്രത്യേകാൽ പുതിയ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ വേർതിരിച്ചത്. 1994 ജൂലൈ മാസം ഞാൻ വിവാഹിതനാകുവാൻ ഇടയായി. കർത്താവിൻ്റെ വേലയിൽ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർത്തൃദാസി സൂസൻ ആണ് എൻ്റെ സഹധർമ്മിണി. ദൈവം എനിക്ക് അത് ദാനമായി നൽകിയതിൽ എൻ്റെ ഇന്നുവരെയുള്ള ശുശ്രൂഷയിൽ എനിക്ക് വലിയ അനുഗ്രഹമാണ്, കൈത്താങ്ങലാണ്, ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. 2 മക്കളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. മകൾ ഷിൻസി ജോൺ, മകൻ എബിസൺ ജോൺ. മകൾ വിവാഹിതയാണ്, മോന് ജോലിയോടനുബന്ധത്തിൽ കർത്താവിനെ സേവിച്ചു വരുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം പ്രവർത്തിക്കാനിടയായി. പൂവാർ എന്ന സ്ഥലത്തേക്ക് ദൈവം അയച്ചു. അവിടെ 16 വർഷം മക്കളില്ലാതിരുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിലേക്ക് കർത്താവ് അയക്കുകയും ആ ഭവനത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ ദാനമായി നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള ബന്ധത്തിൽ, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയും ദീർഘമായ 25 വർഷങ്ങളോളം അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. അവിടങ്ങളിൽ ദൈവം ഉപയോഗിച്ചു. പരസ്യമായ സ്ഥലങ്ങളിൽ, മറ്റ് സഭകളിൽ, ദൈവസഭയിൽ, ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ ദൈവം കൃപ നൽകുവാനിടയായി. കർത്താവിനെ അയച്ച എല്ലാ ഇടങ്ങളിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മാത്രമല്ല, സഭകൾ സ്ഥാപിക്കപ്പെടുവാനും സ്ഥലങ്ങൾ വാങ്ങുവാനും സ്ഥാപനങ്ങൾ ഉണ്ടാകുവാനും ദൈവം കൃപ ചെയ്തു. ഇന്നും ആ സഭകൾ സ്ഥായിയായി തന്നെ നിലകൊള്ളുകയാണ്. ദീർഘമായ വർഷങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഇപ്പോൾ മാവേലിക്കര താലൂക്കിലുള്ള ചുനക്കര നോർത്ത് ബദൽ IPC സഭയുടെ ശുശ്രൂഷകനായി കഴിഞ്ഞൊരു വർഷമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1994 മുതൽ പരസ്യയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക ആളുകൾ രക്ഷിക്കപ്പെടുവാനും കർത്താവിന് വചനം അറിയിപ്പാനും ഇടയായിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ലജ്ജ കൂടാതെ, മടി കൂടാതെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ നിസ്തുല്യമായ സുവിശേഷം വളരെ ശക്തിയോടുകൂടെ തെരുവീഥികളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഘോഷിക്കാൻ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുവാനും ഇടയായിട്ടുണ്ട്. അതോടൊപ്പം ക്രൈസ്തവ സാഹിത്യ മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അനേക രചനകൾ സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ആനുകാലിക ക്രൈസ്തവ മാസികകളിൽ ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടും ആനുകാലിക സംഭവങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് തന്നെ ധാരാളം ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ 2 പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ്. പ്രത്യേകാൽ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് വളരെയധികം ശുഷ്കമാണ്, വളരെയധികം ചെറുതാണ്. ഈ കാലത്തിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി നാം ജീവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഒത്തിരി തിക്താനുഭവങ്ങൾ, ഒത്തിരി വേദനകൾ,
ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി നഷ്ടങ്ങൾ, ഒത്തിരി അപമാനങ്ങൾ ഒക്കെ എൻ്റെ ക്രൈസ്തവ ശുശ്രൂഷ മേഖലകളിൽ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന വസ്തുതകളാണ്. 25 വർഷത്തോളം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് വിവിധ ഇനം സുശീഷീകരണ പ്രവർത്തനങ്ങളിലും സഭാ ശുശ്രൂഷകളിലും ഭാഗഭാക്കായ ജോൺ തോമസ് ഇപ്പോൾ ചുനക്കര നോർത്ത് IPC ബെഥേൽ ചർച്ചിന്റെ ശുശ്രൂഷകനാണ്. നിരവധിയായ ദൈവികമായ അനുഭവങ്ങൾക്ക് നടുവിലൂടെ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിതം തുടരുകയാണ് പാസ്റ്റർ ജോൺ തോമസും ഭാര്യ സൂസൻ ജോണും. ഒരു വൃക്ഷം സ്ഥായിയായി നിലകൊള്ളുമ്പോൾ തന്നെ വലിയ കാറ്റോ ചെറിയ കാറ്റോ അടിക്കുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ ആടി ഉലയുമ്പോൾ ആ വൃക്ഷത്തിന് ഒരു കാര്യം പറയാൻ നമ്മോട് കഴിയും: ഈ കാറ്റ് എന്നെ തകർക്കുവാൻ ഉള്ളതല്ല, അത് എൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയുള്ളതാണ്. ഏത് കാറ്റ് വന്നാലും ഒരുപക്ഷെ ഒരു ശിഖരം പൊടിഞ്ഞു വീണെന്ന് വന്നേക്കാം, കുറച്ചിലകൾ പൊഴിഞ്ഞു വീണു എന്ന് വന്നേക്കാം. പക്ഷേ അല്പനഷ്ടമോ അല്പം വേദനകളോ അല്പം വേർപാടോ ഒക്കെ സംഭവിച്ചാലും എനിക്കൊരു തായ്വേരുണ്ട്, എനിക്ക് മറ്റു ചില ചെറിയ വേരുകളുണ്ട്. ഈ കാറ്റ് വരുമ്പോൾ എൻ്റെ ചുവടുഭാഗം ഒന്ന് ഇളകുക സ്വാഭാവികമാണ്. അത് ഇളകുന്നതുകൊണ്ട് മണ്ണിനിളക്കം തട്ടുകയും എനിക്ക് വീണ്ടും ആ മണ്ണിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്താണ് എൻ്റെ തലയ്ക്ക് മുകളിൽ, എൻ്റെ ശിഖരങ്ങൾക്ക് മുകളിൽ ആഞ്ഞടിക്കുന്നത്. അതുകൊണ്ട് ആ വൃക്ഷത്തിന് ഒരു സാക്ഷ്യം പറയാനായിട്ട് കഴിയും: ഇതെന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും കഷ്ടങ്ങളിലോ വേദനകളിലോ പ്രയാസങ്ങളിലോ ആയി കൊടുങ്കാറ്റ് പോലുള്ള ചുഴലിക്കാറ്റ് പോലുള്ള ആ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആടി ഉലഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ കരുത്തുള്ളവരായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും സ്ഥായി അനുഭവം ഉണ്ടാകുകയാണ്. നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറപ്പാട് അതിനെ കാണിക്കുന്നത്. ഈ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉള്ളതായിരിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ വിവിധങ്ങളായിരിക്കുന്ന കാറ്റുകൾ ആഞ്ഞടിച്ചാലും നിങ്ങളാരും ഭാരപ്പെടേണ്ട, നിങ്ങൾ ഉറപ്പിച്ചു ദൈവം തരുന്ന ഒരു വലിയ കാര്യമാണെന്ന് ഓർത്ത് നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യണം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കാര്യം, ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. കഷ്ടമില്ലാത്ത ഒരു ലോകം നമുക്കില്ല, കഷ്ടതയില്ലാത്ത ഒരു ജീവിതം നമുക്കില്ല. ജന്മം മുതൽ മരണം വരെ ഒരു മനുഷ്യ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, വേദനയുണ്ട്, സന്താപമുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, ആനന്ദമുണ്ട്, വിലാപമുണ്ട്, നൃത്തമുണ്ട്. അതൊക്കെ സമ്മിശ്രമായ ഒരനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ഇത്യാദി കാര്യങ്ങളൊക്കെ ലോക മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതെല്ലാം ആ മനുഷ്യനെ തകർത്ത് കളയുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത് യുഗങ്ങളുടെ പാറയായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നാം ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. നാം കർത്താവിനെ ആശ്രയിച്ചാൽ ഒരു നാളും ഈ കർത്താവ് നമ്മെ കൈവിടുകയില്ല, നമ്മെ എപ്പോഴും ഉറപ്പു നിർത്തുവാൻ ഇടയായിത്തീരും. നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ഒരു ലജ്ജ കൂടാതെ സത്യസന്ധമായി സത്യത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത എന്നെ കർത്താവ് ആ മഹനീയമായ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിച്ചത് എനിക്കിന്നും വളരെ സന്തോഷകരമായ കാര്യമാണ്. വിവിധ രാജ്യങ്ങളിൽ ഈ സുവിശേഷവുമായിട്ട് പോകുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. വെറുതെ ഒരു യാത്രയ്ക്ക് വേണ്ടിയല്ല ആ സമയങ്ങൾ ഉപയോഗിച്ചത്. പോയ രാജ്യങ്ങളിലൊക്കെ ദൈവിക വിടുതലുകൾ വളരെ വ്യക്തമായ നിലകളിൽ അനേക വ്യക്തികളിൽ, കുടുംബങ്ങളിൽ കാണുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ ഉറപ്പിക്കുന്നത്, ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ അനുഗ്രഹത്തിൻ്റെതാകണം. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അത് മുഖാന്തരമാകണം. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് നാം ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് വളരെ വ്യക്തമായി നാം അംഗീകരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും മടിയോടുകൂടി ഇരിക്കുന്നെങ്കിൽ, എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ടത് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു പ്രചോദനം ആകട്ടെ.
4 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായ കാര്യങ്ങൾ പറയാൻ മടിയുണ്ടായിരുന്ന, ലജ്ജിതനായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഉറപ്പുള്ളവനാക്കി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു വാഹകനാകാൻ, സുവിശേഷത്തിൻ്റെ വക്താവാക്യം ആയി മാറുവാൻ ദൈവം ഒരുക്കിയത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അതിന് വിധേയപ്പെട്ടപ്പോൾ ദൈവം ഈ കാലഘട്ടങ്ങൾ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും. അത് വളരെ വസ്തുതാപരമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്, കുടുംബങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത വിഷയങ്ങൾ ദൈവാത്മാവിൽ അറിയിപ്പാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. എൻ്റെ സഹധർമ്മികളുടെ ബന്ധത്തിൽ വെളിപ്പാടിന് ശുശ്രൂഷകൾ ദൈവം നൽകിയിട്ടുണ്ട്. അത് മുഖാന്തരം അനേക ആളുകളുടെ വിഷയങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ദൈവാത്മാവിൽ അവരുടെ വിഷയങ്ങൾ അവരോട് തുറന്നു പറയുമ്പോൾ അവരുടെ സമർപ്പണങ്ങൾ, അവരുടെ ആത്മീക ഔന്നത്യങ്ങൾ ഞങ്ങൾക്ക് കാണുവാനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ദൈവം അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുള്ളതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന നല്ല അവസരങ്ങൾ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുക. കഷ്ടങ്ങളിൽ, പ്രശ്നങ്ങളിലൊക്കെ ആകുമ്പോഴും ഇത് ദൈവത്തിൻ്റെ വഴിയാണ് എന്നുള്ളത് നാം വളരെ നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അല്പ സന്ദേശത്തിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്നെ രക്ഷയിലേക്ക് നടത്തിയ ആ തിരുവെഴുത്ത് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. ഒന്നും കൂടെ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നമുക്കറിയാം, ഒരു സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു ആ വാക്യം ഓർമ്മിപ്പിക്കുന്നത്. ആ സക്കായിയോടുള്ള ബന്ധത്തിൽ അവനോട് തന്നെ യേശു പറയുന്ന ആ വേദഭാഗമാണ് ഞാൻ ഉദ്ധരിച്ചത്. നീളത്തിൽ വളരെ കുറവുള്ള ഒരു മനുഷ്യൻ, സാമ്പത്തികമായ ഉന്നതിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജോലി ചുങ്കം പിരിക്കുക എന്നുള്ളതാണ്. റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുക. ആ റോമൻ സാമ്രാജ്യം അവർക്ക് ചുങ്കം പിരിക്കാൻ അനുവദിക്കപ്പെട്ട തുകയേക്കാൾ വളരെയധികം കൂടുതൽ തുക പിരിക്കുന്ന ഒരു സമൂഹമാണ് ചുങ്കക്കാർ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ വഴിയായി, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വഴിയായി യേശുക്രിസ്തു നടന്നു വരുന്ന ഒരു അറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ധാരാളം പുരുഷന്മാർ ആ വഴിയുടെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നു. നീളത്തിൽ വളരെ കുറവുള്ള മനുഷ്യൻ, നീളം കുറഞ്ഞ ആ മനുഷ്യന് പുരുഷാരത്തിൻ്റെ നീളത്തിൽ ആ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വളരെയധികം പരിശ്രമപ്പെട്ട് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ആ ആഗ്രഹ നിമിത്തമായിട്ട് അദ്ദേഹത്തിന് കാട്ടത്തിന്മേൽ കയറുവാനുള്ള ഒരു പ്രേരണ തോന്നി. അങ്ങനെ കാട്ടത്തിന്മേൽ അദ്ദേഹം വലിഞ്ഞു കയറി. ആരും അറിയാതിരിക്കുന്ന, യേശു അറിയാതെ, തന്നെ ആരും കാണുന്നില്ല, തനിക്കെല്ലാവരും കാണണം എന്ന ആഗ്രഹത്തോടുകൂടെ ആ മനുഷ്യൻ കാട്ടത്തിന്മേൽ കയറിയിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്കെല്ലാവരും കാണണം, എന്നെ ആരും കാണരുത്, എന്നെ ആരും അറിയരുത്, എനിക്കെല്ലാവരും അറിയണം, എന്നെ ആരും അറിയരുത് എന്നിങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു സ്വാർത്ഥ മനോഭാവമല്ലേ? സ്വാർത്ഥത ഒരു വലിയ ദുരന്തമായ ഒരു സ്വഭാവമാണ്. എനിക്ക് തന്നെ എല്ലാം വേണം, ഞാൻ മാത്രമെല്ലാം കൈപ്പിടിയിൽ ഒതുക്കണം, ഞാൻ തന്നെ വലിയവനാകണം എന്നുള്ള സ്വാർത്ഥ മനോഭാവങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളവർക്കുണ്ടായാൽ ആ കുടുംബത്തിൽ സ്ഥിരത ഉണ്ടാകില്ല, അസ്ഥിരതയായിരിക്കും. ആ കുടുംബത്തിൽ മറ്റുള്ളവർ ആഗ്രഹം പ്രകടിപ്പിച്ചാലും അവിടെ ചില പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കും. ഒരു സമൂഹത്തിൽ സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് തകർന്നു പോകാനിടയാകും. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി സ്വാർത്ഥനാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ജനസമൂഹങ്ങൾ ദാരിദ്ര്യത്തിലാകും, ആ ജനങ്ങൾ ദുരിതത്തിലാകും. അതുകൊണ്ട് സ്വാർത്ഥമായ ചിന്താഗതികൾ ഉപേക്ഷിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നാം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്കിടെ നിലകൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അവനവന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തിലുള്ളത്.
അതുകൊണ്ട് ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ഒത്തിരി വേദന ഉണ്ടാകുന്നു, കൊലപാതകം ഉണ്ടാകുന്നു, വലിയ വലിയായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്തിൽ സംജാതമാകുകയാണ്. ഞാൻ പറയട്ടെ, സ്വാർത്ഥത വെടിഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ, അവരെ കൈപിടിച്ചു ഉയർത്താനുള്ള ഒരു നല്ല വിശാലമായ മനസ്ഥിതി നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ കാട്ടത്തിന്മേൽ കയറിയിരുന്നു. പുരുഷാരം ആ തിങ്ങി നിറഞ്ഞ് വീഥിയുടെ രണ്ട് വശങ്ങളിലായി നിലകൊള്ളുകയാണ്. അതിനിടയിലൂടെ യേശു നടന്നു വരുന്നു. യേശു നടന്നു വരുമ്പോൾ കാട്ടത്തിന് ചുവട്ടിലെത്തിയപ്പോൾ യേശു അവിടെ നിന്നു. പുരുഷാരം ചിന്തിച്ച് കാണാം, എന്തുകൊണ്ട് യേശു നിൽക്കുന്നു? കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്നിട്ട് ചുറ്റുപാട് നോക്കുന്നതിന് പകരം നേരെ മുകളിലേക്ക് നോക്കുവാൻ ഇടയായി. കാട്ടത്തിന്മേൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇലയുടെ മറവിലിരിക്കുന്ന ആ സക്കായി കണ്ടിട്ട് പറഞ്ഞു, നീ വേഗത്തിൽ ഇറങ്ങി വരണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എവിടെയൊക്കെ മാറിപ്പോയാലും, എവിടെയൊക്കെ നീങ്ങിപ്പോയാലും ക്രിസ്തുവിൻ്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് ആർക്കും മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഏത് തെറ്റ് ചെയ്താലും, ഏതെല്ലാം കാര്യങ്ങൾ സമൂഹം അറിയാതെ ചെയ്തു പോയാലും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആർക്കും മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. ഈ സക്കായിയെ യേശു വിളിച്ച് താഴെ ഇറക്കി, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. യേശു ഈ സക്കായിയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, അവൻ്റെ കൂടെ പോകരുത്, അവൻ പാപിയാണ്, അവൻ ചുങ്കക്കാരനാണ്, ധാരാളം ചുങ്കം പിരിച്ച് പണമുണ്ടാക്കിയവനാണ്, അവൻ ഞങ്ങൾക്ക് വെറുപ്പാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ പോകരുത്, ഇവൻ പാപിയാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ സക്കായി നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ 4 മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം. അങ്ങനെ ഒരു സമർപ്പണം, തൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ളൊരു ബോധ്യം ആ മനുഷ്യന് ഉണ്ടായി. ഇന്നത്തെ ലോകത്തിൽ പാപം എന്ന് പറയുന്നത് വളരെ ദുരന്തമായൊരു വിഷയമാണ്. അതുകൊണ്ട് ആ പാപത്തെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ട് മനുഷ്യൻ പാപത്തിന് വിധേയനായി മാറുന്നു, പാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. പാപം മാറ്റാൻ കഴിവുള്ള ഒരാൾ യേശു ക്രിസ്തു മാത്രമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒറ്റ നാഥൻ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ മഹാന്മാരെക്കാളും വലിയവൻ ക്രിസ്തു തന്നെയാണ്. ഉലകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ ക്രിസ്തു. മനുഷ്യൻ്റെ പാപത്തെ അറിയുന്ന, അവൻ്റെ ഹൃദയത്തെ അറിയുന്ന, ചിന്തകളെ അറിയുന്ന ഒരേ ഒരാൾ ക്രിസ്തു മാത്രം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. രക്ഷപ്പെടാൻ, സമാധാനം പ്രാപിപ്പാൻ, വലിയ കരുത്ത് പ്രാപിപ്പാൻ കഴിവുള്ള ഒറ്റ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അങ്ങനെ മാനവ സമൂഹത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവരാണ് കാണാതെ പോയ മനുഷ്യർ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തോട് സമ്പർക്കമില്ലാതെ, സംബന്ധമില്ലാതെ മാറി നിൽക്കുന്ന മനുഷ്യൻ, അവർ കാണാതെ പോയ മനുഷ്യൻ. ആ മനുഷ്യനെ വീണ്ടെടുക്കാനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ യേശു ക്രിസ്തുവാണ് മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുന്നത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കാണാതെ പോയൊരു വ്യക്തിത്വമാണെങ്കിൽ നിങ്ങളെ രക്ഷിപ്പാൻ ക്രിസ്തു നിങ്ങളുടെ നടുവിലുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വേദനിക്കുന്ന മനുഷ്യനാണോ, നിങ്ങൾ ദുഃഖിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റാൻ, വേദനകളെ മാറ്റാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കർത്താവിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലൂടെ ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യവും ഈ തിരുവെഴുത്തും അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കണമേ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സുദൃഢമായി തീരുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രശ്നത്തിലായിരിക്കുന്ന വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. സമാധാനം, ശാന്തി, അനുഗ്രഹങ്ങൾ, ദൈവിക വിടുതൽ, നിത്യസ്വർഗത്തിന് അവകാശികളായി മാറാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇപ്പോൾ ചുനക്കര നോർത്ത് IPC ബദേൽ ചർച്ചിന്റെ സഭാ ശുശ്രൂഷകൻ എന്ന നിലയിലും സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിലും സുവിശേഷത്തിന്റെ വയലുകളിൽ ജീവിതം തുടരുന്ന പാസ്റ്റർ ജോൺ തോമസിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.
ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം